വിശദമായി നോക്കാം. പള്ളുരുത്തി സ്കൂൾ ശിരോവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സ്കൂൾ DDE സമർപ്പിച്ച റിപ്പോർട്ട് സത്യവിരുദ്ധമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ല. യൂണിഫോം സ്കൂളിന് നിശ്ചയിക്കാമെന്നാണ് കോടതി ഉത്തരവെന്നും പ്രിൻസിപ്പൽ ഹെലീന ആൽബിൻ പറഞ്ഞു. മന്ത്രിക്ക് സ്കൂൾ രേഖാമൂലം മറുപടി നൽകി. അവിടുന്ന് DDE ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മാനേജ്മെൻറ്റ് 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെൻറ്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ the same institution in St. Rita's Public School. Surely we will follow that. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. Still now she is our student. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ she is our student. സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ അനുവദിക്കില്ല. സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ ഇടപെടരുതെന്ന് സിറോ മലബാർ സഭ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഏതായാലും സ്കൂളിന്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്നവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമ ചട്ടങ്ങളും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട്. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ അറിയാതെ, മനസ്സിലാക്കാതെയാണ് പ്രതികരണം നടത്തിയത്, റിപ്പോർട്ട് തേടിയത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. ദിവ്യ, എന്തായാലും ഈ ഒരു ഹിജാബ് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഇതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. മതമൗലികമായ അവകാശം എല്ലാവർക്കുമുണ്ട്. ആ അവകാശം കുട്ടിക്കും ലഭിക്കണം. കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ശരിയായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന് ഇത്തരത്തിലൊരു മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ വഴി നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഹെലീന ആൽബിൻ അവർ ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഈ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയ റിപ്പോർട്ട് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. കുട്ടിയെ ഒരിക്കലും സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. മാത്രമല്ല 2018 ഹൈക്കോടതി വിധി പ്രകാരം ഈ സ്കൂൾ യൂണിഫോം അടക്കം തീരുമാനിക്കാനുള്ള ഒരു അധികാരം മാനേജ്മെന്റിനുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അതിന് മാത്രമല്ല ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയം കൃത്യമായി പരിഹരിക്കണമെന്നൊരു ആവശ്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശമായി നൽകിയിരുന്നു. പക്ഷേ ഇതിൽ നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് പോകാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അവിടെ സ്കൂളിൽ തന്നെ പഠനം തുടരാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? സ്കൂൾ മാനേജ്മെന്റും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും രമ്യമായി പരിഹരിക്കുകയും ചെയ്തിരുന്നു. കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാം, കുട്ടിയുടെ ഈ സ്കൂളിൽ പഠിക്കുന്നതിന് വിലക്കിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ശിരോവസ്ത്രം ധരിച്ചെത്താൻ കഴിയില്ല എന്ന നിലപാട് ഇവർ അറിയിക്കുന്നു. ആ നിലപാട് ഈ രക്ഷിതാക്കൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം രക്ഷിതാക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ പഠനമായി വീണ്ടും ക്ലാസ് ഇന്ന് തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ദിവസമായി അവധിയായി. ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് കുട്ടി ഈ സ്കൂളിൽ എത്തിയിട്ടില്ല. പനി മൂലവും മറ്റു അസുഖം മൂലവും എത്തിയിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. പക്ഷേ എന്തായാലും ഈ കുട്ടിയെ പഠിക്കുന്നതിന് വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. അതേസമയം യോഗം ചേരുകയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷമാണോ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്? അതിൽ തുടർ നടപടി സംബന്ധിച്ച് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് സൂചനകളുണ്ടോ?
ഈ സ്കൂൾ മാനേജ്മെന്റ് ആദ്യം മുതൽ എടുത്തത് ഒരു നിലപാടെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെയിൽ അല്ലെങ്കിൽ നിർദ്ദേശം നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും രാവിലെ 9:15 ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ലഭിച്ചു, ഇമെയിൽ വഴി ലഭിച്ചു എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. അതിനുശേഷം സ്കൂളിലെ അഭിഭാഷക ഉൾപ്പെടെ ഇവിടെ എത്തുകയും PTA പ്രസിഡന്റ് അടക്കം എത്തുകയും പിന്നീട് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്, ഈ ഒരു ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാം. നിലവിൽ ഹൈക്കോടതിയിൽ ഈ ഒരു കേസുണ്ട്. ഇനി അടുത്ത മാസമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് 2018 ഹൈക്കോടതി വിധി പ്രകാരം തങ്ങൾക്ക് ഈ ഏത് രീതിയിൽ യൂണിഫോം വേണമെന്ന കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളതാണ്. ആ രീതിക്ക് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റിനുള്ളത്.